കണ്ടെത്തണമെന്ന് വിശ്വസിക്കുന്നു. അവിടെ സംസാരിച്ച മറ്റൊരാളും ഈ ഒരു വാചകം ഒഴികെ മറ്റൊരാളും ഇപ്പം ഞാൻ കേരള രാഷ്ട്രീയത്തിലെ എന്തൊക്കെയാണെന്നൊക്കെ പലരും അവിടെ വന്ന് വിശേഷിപ്പിച്ച ഒരു സ്ഥലമാണ്. അതിനൊന്നും മറുപടി പറയാൻ അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ മറുപടി ഇല്ലാഞ്ഞിട്ടോ അല്ല. ഞങ്ങൾ അതിലേക്കൊന്നും പോവാതിരുന്നത് ഞങ്ങളുടെ പ്രോഗ്രാം അവിടെ ഒരു ഫർദർ പ്രൊവോക്കേഷന് വേണ്ടിയോ ഫർദർ ഡിവിഷന് വേണ്ടിയോ ആവരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പം എന്നോട് പലരും പറഞ്ഞു, അവിടെ വന്ന് പ്രസംഗിച്ച പലർക്കും കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്ത് അതിനപ്പുറം പറയണം എന്നൊക്കെ പലരും പറഞ്ഞിരുന്നു. പക്ഷെ അതിനൊന്നും വേണ്ടി നടത്തിയ പരിപാടിയല്ല. ഇപ്പം പിന്നെ ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്തതായിട്ടുള്ള പല പ്രയോഗങ്ങളൊക്കെ ഞങ്ങൾക്കെതിരെ ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ അതൊക്കെ അവഗണിച്ച് പിന്നെ അതിനേക്കാൾ ഗൗരവം ആ നാടിൻ്റെ ഐക്യത്തിനാണെന്ന് വിശ്വസിച്ച് അതിനു വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ പ്രസംഗവും സമയമൊക്കെ അവിടെ ചെലവഴിച്ചത്. അതിൽ കടന്നു വന്ന ഈ ഒരു വാക്ക് അത് തെറ്റാണെന്ന് ഞങ്ങൾ പറയുകയും ചെയ്യുന്നു. അപ്പം ആ മനോനില ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തണം. അതെല്ലാവർക്കും ഒരു പാഠമാണ്. അങ്ങനെ പിന്നെ ആളുകളെ കാണുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ പറയാൻ പാടില്ല. അറിയാതെ പറഞ്ഞു പോയതാണ് എന്നും അങ്ങനെയും പറയാൻ പറ്റിയൊരു കാര്യമല്ല ഇത്. അറിഞ്ഞോ അറിയാതെ അത് പറയാൻ പാടില്ല. അതിലിനി പിന്നെ കൃത്യമായ നടപടി എടുക്കേണ്ടത് പോലീസാണ്. പോലീസ് എന്താണ് അത് ഡിലേ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. കാരണം ഒരു നാടിൻ്റെ സമാധാനം ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആളുകളാണ് പോലീസ്. ഒരു വ്യാജ സ്ക്രീൻഷോട്ടിൻ്റെ പേരിൽ ആ നാടിൻ്റെ സമാധാനം കെടുത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ അത് വ്യാജമാണെന്ന് പൊതുജനത്തോട് പറയാനും ഒപ്പം ആ വ്യാജ സൃഷ്ടി ആരുടേതാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ഉത്തരവാദിത്തമുള്ള പോലീസ് ഈ വ്യാജ വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ നടത്താൻ കൂട്ടുനിൽക്കുന്ന തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാവുകയാണ്. പല തവണ ഞങ്ങൾ ആർഎംപി നേതാവായ KS ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ പ്രതികരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ. പ്രതികരണം ദൗർഭാഗ്യകരമാണ്, ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അറിഞ്ഞോ അറിയാതെയും അത്തരത്തിലൊരു പ്രസ്താവന നടത്താൻ പാടില്ലായിരുന്നു എന്ന് ഇന്നത്തെ സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ.